അറേബ്യയിലെ സാറാത്ത് പർവ്വതനിരകളിലുള്ള ഗുഹയിൽ ഒരു വിളക്കുണ്ട്. മൂസ എന്ന പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശദാദ് ഇബ്നു ആദത്തിന്റെ വംശപരമ്പരയുള്ളവനാണ് ഈ വിളക്കിന്റെ അവകാശി. ഗുഹയിൽ നിന്നും അവന് മാത്രമേ ഈ വിളക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. ഈ മാന്ത്രിക വിളക്ക് സ്വന്തമാക്കുന്നവന് പ്രപഞ്ചം മുഴുവനും ജയിച്ചു കീഴടക്കുവാൻ കഴിയും. 1001 രാവുകളും പകലുകളും വ്രതമനുഷ്ഠിച്ച് ഇമ്രാദ് എന്ന ഭൂതത്തെ പ്രീതിപ്പെടുത്തിയാൽ വിളക്കിന്റെ ഇപ്പോഴത്തെ അവകാശി ആരാണെന്നറിയാം. ഇമ്രാദ്, അങ്ങേക്ക് വേണ്ടി വ്രതമനുഷ്ഠിച്ച് അങ്ങേ മാത്രം ധ്യാനിച്ച 1001 ദിവസം ഇന്ന് പൂർത്തിയാകുന്നു. ഇനിയും എന്നിൽ ദയ കാണിക്കില്ലേ? അങ്ങേക്ക് വേണ്ടി അർപ്പിക്കാൻ ഇനി ഒന്നേ ബാക്കിയുള്ളൂ, നരബലി. ബഷീർ, നാം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നിനക്കെന്തു വേണം? ഇമ്രാദ്, സാറാത്ത് പർവ്വതത്തിലെ ഗുഹയിലെ മാന്ത്രിക വിളക്ക് എനിക്ക് സ്വന്തമാക്കണം. ആരാണ് എന്റെ അവകാശി? വിളക്കിന്റെ ഇപ്പോഴത്തെ അവകാശി അലാവുദ്ദീനാണ്. അലാവുദ്ദീൻ ആരാണവൻ? എവിടെയാണവൻ? അറേബ്യയിലെ ബാഗ്ദാദ് നഗരത്തിലെ തയ്യക്കാരൻ മുസ്തഫായുടെ മകനാണ് അലാവുദ്ദീൻ. അവിടുന്ന് എനിക്ക് അലാവുദ്ദീനെ കാണിച്ചു തരിക. ഇതാ നോക്കൂ. എടാ മോനെ, എടാ അലാവുദ്ദീനെ, സുബഹ് ബാങ്ക് കൊടുത്തിട്ട് നേരെ എത്രയാന്നറിയാമോ? നിന്നെ പോലുള്ള ചെറുപ്പക്കാർ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് മടങ്ങിയെത്തി. നീ മാത്രം കിടന്ന് ഇങ്ങനെ ഒരു ഉറക്കം. എഴുതാ, പഠിക്കാനോ പോവില്ല, പഠിച്ചോനെയും പേടിയില്ല. നീ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് ഒരു തുന്നക്കട ഉണ്ടായിരുന്നത് കടക്കാർ കൊണ്ടുപോയി. ഇപ്പൊ തുന്നക്കാരൻ മുസ്തഫാന്റെ മോൻ എന്ന പേര് മാത്രം ബാക്കിയുണ്ട്. നീ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തവനായി പോയാൽ നമ്മൾ എങ്ങനെ ജീവിക്കൂടാ? ഓ, വലിയ ശല്യമായില്ലേ ഉമ്മയുടെ കാര്യം. ഉമ്മ ഒന്ന് പോയിക്കേ, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. അല്ല, എന്റെ മോന്റെ കാര്യം നിന്നെ ഏൽപ്പിക്കുന്നു. ആ, ഏൽപ്പിച്ചല്ലോ, ഇനി അല്ല നോക്കിയോളും. ഉമ്മ പോയിക്കേ. നിന്നോട് ഞാൻ എന്ത് പറയാനാ? നിന്റെ ഇഷ്ടം പോലെ ജീവിക്കേ. ഈ മോതിരം ധരിക്കുന്നവന്റെ ആജ്ഞകൾ അനുസരിക്കുന്നവനായിരിക്കും ഞാൻ. എന്റെ സഹായം ആവശ്യമുള്ളപ്പോൾ ഈ മോതിരം ഉരസിയാൽ മതി, അവിടെ ഞാനുണ്ടാകും. അടിയനൊരു സംശയം. നമ്മളെ എന്ന് വിളിച്ച അലാവുദ്ദീൻ നമ്മുടെ കൂടെ വരുമോ? എന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് തോന്നുന്നത് അലാവുദ്ദീനെ അവന്റെ ഉമ്മ നമ്മുടെ കൂടെ അയക്കില്ലെന്നാണ്. എന്തിനയക്കണം? നമ്മളാണെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ നമ്മുടെ മക്കളെ അയക്കുമോ? അയക്കില്ല. ബഷീർ, നീ പുറത്തു പോകൂ. ഹുസൂർ,
ഞാൻ നിങ്ങളുടെ അടിമ ഹിമ്രാദ്. ഹിമ്രാദ്, അലാവുദ്ദീനെ അപരിചിതനായ ഞാൻ ചെന്ന് വിളിച്ചാൽ അവൻ എന്റെ കൂടെ വരികയില്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ എന്ത് ചെയ്യണം? അലാവുദ്ദീന്റെ വാപ്പയുടെ അനുജൻ അബ്ദുള്ള, അയാൾ കപ്പലപകടത്തിൽ മരിച്ചു എന്നാണ് അലാവുദ്ദീന്റെ ഉമ്മയുടെ അറിവ്. അങ്ങ് അയാളുടെ വേഷത്തിൽ പോകുക. ശരി, ഹിമ്രാദിന് പോകാം. ബഷീർ, ബഷീർ, ഹുസൂർ, ഞാൻ അലാവുദ്ദീന്റെ ഇളയപ്പ അബ്ദുള്ളയാകുകയാണ്. നീ എന്റെ ഭാര്യ. ഞാൻ ഭാര്യ. അലാവുദ്ദീന്റെ വീട് എവിടെ? നിങ്ങൾക്ക് ആരെ കാണണം? അലാവുദ്ദീനെ ദേ അവിടെ പഞ്ച പിടിക്കുന്നത്. യൂസഫ് 2 ദിനാർ. 5 ദിനാർ അലാവുദ്ദീൻ. അലാവുദ്ദീൻ 1 ദിനാർ.
അലാവുദ്ദീൻ അല്ലേ? അതെ. മോനെ, നിങ്ങൾ ആരാ? നിനക്കെന്നെ മനസ്സിലാവില്ല. ഞാൻ നിന്റെ ഇളാപ്പയാണ്, നിന്റെ വാപ്പയുടെ അനുജൻ. അല്ലോ, നിങ്ങൾ മരിച്ചുപോയല്ലോ. ഇല്ല മോനെ, ഞാൻ മരിച്ചുപോയി എന്നാണ് എല്ലാരും വിശ്വസിച്ചിരിക്കുന്നത്. മരിച്ചുപോയില്ല അല്ലേ? ഇതാണ് നിന്റെ ഇളാമ്മ. മറുവിളയാപ്പ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്താടാ രാവിലെ ഇവിടുന്ന് ഇറങ്ങിയതല്ലേ? ഇതുവരെ എവിടെ തണ്ടിത്തിരിഞ്ഞ് നടക്കുകയായിരുന്നു. സമയം സന്ധ്യയായി. തെരുവിൽ കണ്ട പിള്ളേരുമായിട്ടോ വന്നു. ആര്? മരിച്ചുപോയി നിന്റെ ബാപ്പയോ? അല്ലോ, ബാപ്പയെ പറയല്ലോ ഉമ്മ. പിന്നെ ആരാടാ വന്നത്? എളാപ്പ വന്നു. എളാമ്മയുണ്ട്. എടാ, നിന്റെ ബാപ്പയെക്കാട്ട് മുമ്പേ നിന്റെ എളാപ്പ മരിച്ചില്ലേ? ഉമ്മ ഒന്നൊന്ന് നോക്കിക്കേ. ചേട്ടത്തിക്ക് എന്നെ മനസ്സിലായോ? മനസ്സിലായി. അബ്ദുള്ള അല്ലേ? അതെ, ഇതാണ് എന്റെ ഭാര്യ സൈനബ. സൈനബ, ഇതാണ് എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ അലാവുദ്ദീന്റെ ഉമ്മ. ഇവനെ പ്രസവിച്ച് കിടന്നപ്പോഴല്ലേ അബ്ദുള്ള ഇവിടുന്ന് പോയത്? എവിടെയോ കച്ചവടത്തിന് പോയി കപ്പൽ മുങ്ങി മരിച്ചുപോയി എന്നാ കേട്ടത്. മരിച്ചില്ല. മരിച്ചോ? ഇല്ല, കപ്പൽ മുങ്ങിയത് ശരിയാണ്, പക്ഷെ ഞാൻ മരിച്ചില്ല. കപ്പൽ പൊളിഞ്ഞ് ബസ്രായിൽ അടിഞ്ഞു കയറി. ഇവളെ വിവാഹം കഴിച്ച് ഞാൻ അവിടെ കൂടി. ഇപ്പൊ എനിക്ക് അവിടെ നല്ല കച്ചവടമാ. എനിക്കൊരൊറ്റ ദുഃഖമേ ഉള്ളൂ, എന്റെ ജ്യേഷ്ഠനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഈയിടെ ഇവിടെ നിന്നും ബസ്രായിൽ വന്ന ഒരു കച്ചവടക്കാരൻ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്, ജ്യേഷ്ഠൻ മരിച്ച വിവരം. ഉടനെ ഇവിടെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. എല്ലാം അല്ലാഹുവിന്റെ വിധി. എനിക്ക് എന്റെ മോനെയെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. അബ്ദുള്ള, ഇനി ഞങ്ങൾക്ക് ആരുമില്ല അബ്ദുള്ള, ആരുമില്ല. ചേട്ടത്തിക്ക് ഞാനുണ്ട്. പിന്നെ പൊന്നുംകുളം പോലത്തെ ഈ മോനില്ല. അതെ. ചേട്ടത്തി കരയരുത്, കണ്ണു തുടക്കാറല്ലോ ഉമ്മ. സൈനബായിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. എളാപ്പേരിക്ക് ഇതൊക്കെ സ്വർണ്ണമാണോ? ഇതോ? അതെ അതെ അതെ. എനിക്കും ഉമ്മയ്ക്കും ഇതുപോലെ ഒന്നുമില്ല. എല്ലാം ഞാൻ വാങ്ങിത്തരാം. എളാപ്പാക്ക് ഒരു സ്വൈരം കൊടുറാൻ മോനെ. സർബത്ത് കുടിക്കും. ആ മോൻ കുടിക്കും. അവന് ഞാൻ വേറെ കൊടുത്തോളാം. അവൻ കുടിച്ചിട്ട് ബാക്കി ഞാൻ കുടിക്കും. അപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ, ഞാൻ അത്താഴം ശരിയാക്കട്ടെ. അല്ലോ, അങ്ങനെ വേദനിക്കണം ഉമ്മ. ഈ ഇക്കയ്ക്ക് ഒരു നാണമില്ലല്ലോ. അല്ലോ, അലാവുദ്ദീൻ ഒറ്റക്കിട്ടിട്ട് ഓടിപ്പോന്നില്ലേ? ഉമ്മ. അലാവുദ്ദീൻ ഇക്കയെ പോലൊന്നും അല്ല. ഉമ്മ. അടി കൊണ്ടിട്ടുണ്ടെ കൊടുത്തിട്ടും ഉണ്ടാവും. അയ്യോ. അല്ലോ. അബൂബക്കറേ, അബു. അബു ഇല്ലേ? എന്തിനാ ഇനി അടി ഉണ്ടാക്കാൻ പോണോ? ഇല്ല. എന്റെ മക്കളെ, നിങ്ങൾക്ക് മര്യാദയ്ക്ക് നടന്നൂടെ? ശരി, അത് പോട്ടെ. എന്റെ ഇളയാപ്പ വന്നു. ഇളയാപ്പയോ? ആര്? അബ്ദുള്ളയോ? അതെ. അയാൾ മരിച്ചുപോയില്ലേ? ഇല്ല. മരിച്ചുപോയി? ആര്? ആരും ചത്തുപോയിട്ടില്ല. നിങ്ങൾ അറിഞ്ഞോ? അലാവുദ്ദീന്റെ ഇളയാപ്പ വന്നിരിക്കുന്നു. എളാപ്പയോ? മരിച്ചുപോയി അബ്ദുള്ള? ഏയ്, മരിച്ചുപോയിട്ടില്ല. ഞാൻ ഇളയാപ്പയോട് തന്നെ ചോദിച്ചു. വലിയ പണക്കാരനായിട്ട് തിരിച്ചു വന്നിരിക്കുക. നീ എന്തൊക്കെയാ മോനെ ഈ പറയണത്? ഇതൊക്കെ കൊണ്ടുവന്നത് എളാപ്പയാ. എളാമയുണ്ട്. അള്ളാഹുവിന്റെ ഒരേ കുതിരത്ത്. അല്ല അബ്ദുള്ള, അലാവുദ്ദീൻ ഇങ്ങനെ കണ്ട പിള്ളേരുമായി കളിച്ചും വഴക്കിട്ടും നടന്നാ മതിയോ? അവന്റെ ബാപ്പ ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഏതെങ്കിലും ഒരു വഴിക്കാക്കുമായിരുന്നു. ചേട്ടത്തി വിഷമിക്കണ്ട, എനിക്ക് ബസ്രായി നല്ല കച്ചവടമല്ലേ. ഞാൻ ഇവനെ അവിടെ കൊണ്ടുപോയി കച്ചവടം പഠിപ്പിക്കും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു നല്ല കടയിട്ട് കൊടുക്കും. ഇവന് വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കും. അതല്ല, ചേട്ടത്തിക്ക് ഇവനെ പിരിഞ്ഞിരിക്കാൻ വിഷമമാണെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നില്ല. എനിക്കൊരു വിഷമവുമില്ല. അള്ളാഹുവിന്റെ കൃപ കൊണ്ട് എന്റെ മോൻ നന്നായി കണ്ടാ മതി. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കുള്ളൂ. ഞാൻ ഇവനെ കൊണ്ടുപോയാൽ ഒരു രാജകുമാരനായിട്ട് തിരിച്ചു കൊണ്ടുവരും. ഞാൻ ഇളയാപ്പയോട് പോട്ടെ. പോകാം മോനെ, പോകാം. ഒരുങ്ങിക്കോ, നാളെ രാവിലെ നമുക്ക് പോണം. അബ്ദുള്ള, എന്റെ മോനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ചേട്ടത്തി, ഞാൻ ഇവനെ ഒരു വലിയ കച്ചവടക്കാരനാക്കി തിരിച്ചു കൊണ്ടുവരും. മാമോനെ. ഉമ്മ, ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വാ മോനെ.
ബസ്രാവിലേക്ക് പോകുന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇവിടെ എങ്ങനെ വന്നത്? അതെ മോൻ, അതിനു മുമ്പ് നമുക്കൊരു കാര്യം സാധിക്കും. മോൻ അത് കണ്ടോ? ദാ അതൊരു ഗുഹയാണ്. ആ ഗുഹയ്ക്കകത്ത് ഒരു നിധിയുണ്ട്. നമുക്കത് എടുക്കണം. ഒന്നാണോ ഇളയപ്പ? ഒരു വിളക്ക്. മോനത് എടുത്താ നമുക്ക് ഇഷ്ടം പോലെ പൊന്നുണ്ടാക്കാം. ക്ലീം ക്ലീം ഹേ ജയ് ശംഭ. പേടിക്കണ്ട മോനെ. മോൻ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങി നടന്ന ഗുഹയുടെ അങ്ങേ അറ്റത്ത് ഒരു വിളക്ക് കാണും. മോനത് എടുത്തോണ്ട് വാ. അയ്യോ, എനിക്ക് പേടിയാന്നു. ഇളയപ്പ കൂടെ വാ. എളാപ്പയ്ക്ക് വരാൻ പാടില്ല മോനെ. മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ദാ ഈ മോതിരം ഇട്ടോളൂ. ഈ മോതിരം ഇട്ടാ ഒരാപത്തും വരില്ല. ഞാൻ പോവില്ല. ആ, എന്നാ ഇളയപ്പ ഒരു കാര്യം ചെയ്യാം. ബസ്രാവ് പോയിട്ട് വരുന്ന വഴിക്ക് ഇതൊക്കെ ഒന്ന് എടുക്കാം. ബസ്സായിലൊക്കെ നമുക്ക് പോവാം. നീ ഒന്ന് അകത്തോട്ട് എത്തി നോക്ക്. എത്തി മാത്രം നോക്കാം. ഒന്ന് എത്തി നോക്ക്. ഇളയപ്പ കുറെ പിടിച്ചോളൂ. പിന്നെ നീ ഒന്ന് നോക്ക്. അതൊക്കെ അതൊക്കെ
ആദത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട തുന്നൽക്കാരൻ ആലിയുടെ മകൻ, തുന്നൽക്കാരൻ മുസ്തഫായുടെ മകൻ അലാവുദ്ദീൻ, ഈ അത്ഭുത വിളക്ക് നിനക്ക് അവകാശപ്പെട്ടതാണ്. നീ ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തരുത്. ഇത് സൂക്ഷിക്കുന്നവൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനായിരിക്കും. പുറത്തു നിൽക്കുന്നത് നിന്റെ എളാപ്പയല്ല, ഒരു ദുർമന്ത്രവാദിയാണ്. ഈ വിളക്ക് നീ അവന് കൊടുക്കരുത്. കൊടുത്താൽ ജീവനാശവും വംശനാശവുമായിരിക്കും ഫലം. വിളക്ക് കിട്ടിയോ? എന്നെ മേളി കയറ്റി വിടും. ഇളാപ്പിക്കിട്ടാ? ഇല്ല, ഞാൻ വിളക്ക് തരില്ല. എനിക്കറിയാം നിങ്ങൾ എന്റെ ഇളയാപ്പയല്ല, മന്ത്രവാദിയാണ്, ദുർമന്ത്രവാദി. അലാവുദ്ദീൻ, നീ ഗുഹയിൽ കിടന്ന് മരിക്കുന്നോ അതോ വിളക്ക് എനിക്ക് തരുന്നോ? അലാവുദ്ദീൻ, അവസാനമായി നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നീ വിളക്ക് തരുന്നോ ഇല്ലയോ? മരിച്ചാലും ശരി, ഞാൻ ഈ വിളക്ക് തരില്ല. നീ എന്നേക്കുമായി ഈ ഗുഹയിൽ കിടന്ന് നശിക്കട്ടെ. നിന്റെ അത്തിയുടെ നുറുങ്ങു പോലും ഇവിടെ നിന്ന് വെളിയിൽ പോവുക. ജയ് ജംബ! എന്താ മോളെ? ഉമ്മ തന്നയച്ചതാണ്, വീട്ടിലുണ്ടാക്കിയതാണ്. എന്റെ മോന് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ്. അവനില്ലാതെ എന്തിനാ മോളെ? ഉമ്മ കഴിച്ചോളൂ. കഴിക്കാം മോളെ. എന്റെ മോനിപ്പോ എന്ത് ചെയ്യാനാവോ? ഞാൻ അങ്ങയുടെ അടിമ ഹിമ്ര. എന്റെ അടിമയാ? അതെ, ഈ മോതിരം ധരിക്കുന്നവന്റെ ആജ്ഞകൾ അനുസരിക്കുന്നവനായിരിക്കും ഞാൻ. അങ്ങക്ക് എന്തു വേണം കൽപ്പിച്ചാലും. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിട്. എന്റെ കയ്യിലേക്ക് കയറിക്കൊള്ളൂ. ഇമ്രാൻ, നീ ഇപ്പോൾ പോയിക്കൊള്ളൂ. ആവശ്യമുള്ളപ്പോ വിളിക്കാം. ഉമ്മ, എടാ, നീ ഇങ്ങ തിരിച്ചു വന്നോ? നന്നായി. എന്റെ മോൻ എളാപ്പാന്റെ കൂടെ പോയി കച്ചവടവും പഠിച്ച് കട തുറക്കാൻ വേണ്ടി വന്നതാണല്ലേ? അയ്യോ ഉമ്മ, അത് ഇളയാപ്പ അല്ലായിരുന്നു. എളാപ്പാല്ലാതെ പിന്നെ ആരാടാ? എടാ, നീ എനിക്കും നിനക്കും ഉതകത്തില്ല. എങ്ങോട്ടെങ്കിലും എക്കേടും കെട്ടുപോ. അല്ലാണ് ഉമ്മ, ഞാൻ പറയുന്നത് കേൾക്കൂ. അത് ഇളയാപ്പ ഇല്ലായിരുന്നു, മന്ത്രവാദി വേഷം മാറി വന്നാണ്. മന്ത്രവാദിയോ? അതെ, അയാൾ ഇന്ന് കൊല്ലം കൊണ്ടുപോയതാണ്. ആ മന്ത്രവാദി എന്നോട് വലിയ ഗുഹയ്ക്കകത്ത് പിടിച്ച് തള്ളി. അവിടെ ജിന്നും ചെറുത്താനും പിശാശും പ്രേതവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനായതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്റെ മോനെ നിന്നെ പടച്ചോൻ രക്ഷിച്ചു. ഈ വിളക്കെടുക്കാന്നാണ് അയാൾ ഈ സൂത്രമൊക്കെ കാണിച്ച് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ഇത് ഏതോ അത്ഭുത ശക്തിയുള്ള വിളക്കാണെന്നാ തോന്നുന്നത്. ഈ വിളക്ക് അയാൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് ദേഷ്യം വന്നു. എന്നെ ആ ഗുഹയ്ക്കകത്ത് പിടിച്ച് അടച്ചു. പിന്നെ ഒരു ഭൂതമാണ് എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്റെ മോനെ, നമുക്ക് ഈ ഭൂതവും പ്രേതവും ഒന്നും വേണ്ട. മോൻ ഈ വിളക്ക് എവിടെങ്കിലും കൊണ്ടുവന്ന് കള. എന്റെ മോന് വിശക്കുന്നുണ്ടാവും. ഉമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ?
ഏഴാം കടലിനടിയിലാണ് എന്റെ താമസം. എന്തിനു ഇവിടെ വന്നു? ആലംബന. ഈ വിളക്കാരുടെ കയ്യിലാണോ അവന്റെ അടിമയാണ് ഞാൻ. എന്ത് കാര്യവും സാധിച്ചു കൊടുക്കും. ഈ മോതിരത്തിൽ ഒരു ഭൂതം ഉണ്ടല്ലോ. അവൻ ചെറിയ കുട്ടി. അവനെപ്പോലെ ആയിരക്കണക്കിന് ഭൂതങ്ങളുടെ രാജാവാണ് ഞാൻ. ഈ വിളക്ക് തേച്ചാൽ ഞാൻ പ്രത്യക്ഷപ്പെടും. പോകാൻ പറഞ്ഞാൽ പോകും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരും. എന്താണ് വേണ്ടത്? എനിക്ക് റൊട്ടിയും കോഴിയും വേണം. ഞാൻ ഈ കോഴിയല്ല ചോദിച്ചത്, എനിക്ക് പൊരിച്ച കോഴി വേണം. കൊള്ളാം, നന്നാക്കി. ഇനി അമീർ പോയിക്കോളൂ, ആവശ്യമുള്ളപ്പോ വിളിക്കാം. അയ്യോ, ഇതെന്താ മോനെ, ഇത് എവിടുന്ന് കിട്ടി? റൊട്ടിയും പൊരിച്ച കോഴിയുമാണ്, എന്റെ കൂട്ടുകാരൻ കൊണ്ടു തന്നു. കൂട്ടുകാരനോ? ഏത് കൂട്ടുകാരൻ? എനിക്ക് അങ്ങനെയൊക്കെ വലിയ വലിയ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഉമ്മത്തന്നോ? ഇമ്രാൻ, എന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ആ വിളക്കിലേക്ക് സ്വന്തമാക്കണം. അതിന് നീ എന്നെ സഹായിക്കണം, എന്നെ അനുഗ്രഹിക്കണം. ബഷീർ, അടുത്ത സൂര്യോദയം മുതൽ ഞാൻ വീണ്ടും ധ്യാനം ആരംഭിക്കാൻ പോകുകയാണ്. അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും നീ ഉടനെ ചെയ്യുക. മഹാനും ഉദാരനും പ്രജാവത്സലനുമായ ബാഗ്ദാദ് രാജാവ് അരുൺ ഇബ്ന അബ്ദുൾ റസാഖിനെ ഷാം രാജാവ് ജലാലുദ്ദീൻ ഔർ റഷീദ് വിനയപൂർവ്വം തെரியപ്പെടുത്തുന്ന ദൗത്യം എന്തെന്നാൽ, എന്റെ ശ്രീമന്തപുത്രി സുഹർബാൻ രാജകുമാരിയും അവരുടെ ഭർത്താവ് ഫസൽ ജമാൽ രാജകുമാരനും പരിവാര സമേതം അജ്മീറിലേക്ക് എഴുന്നള്ളുകയാണ്. വഴിമധ്യേ അങ്ങയുടെ ആജ്ഞ കാത്തുകിടക്കുന്ന പവിത്ര ഭൂമിയായ ബാഗ്ദാദിൽ വിശ്രമിക്കുന്നതിന് അവരാഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി നാം ആഗ്രഹിക്കുന്നു. അങ്ങയുടെ വിശ്വസ്തൻ ജലാലുദ്ദീൻ അൽ റഷീദ്. അവരെ രാജോചിതമായ രീതിയിൽ സ്വീകരിച്ച് വേണ്ടത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കൽപ്പന പോലെ ഷഹൻഷാ. നമ്മൾ എപ്പോഴാണ് അസ്മീറിലേക്ക് പുറപ്പെടുക? നാളെ രാവിലെ രാജാവിനെ കാണണം. ഒരു ഔപചാരിക സന്ദർശനം. അടുത്ത ദിവസം നമുക്ക് അസ്മീറിലേക്ക് പുറപ്പെടാം. വരൂ. കൊട്ടാരം നർത്തകികൾ നമുക്ക് വേണ്ടി ഇവിടെ നൃത്തം ചെയ്യുന്നുണ്ട്. രാജാവ് അയച്ചതാണ്. നിന്റെ പേരെന്താണ്? അലാവുദ്ദീൻ ഷാൻഷാ. നാളത്തെ സഭയിൽ നീ ഹാജരുണ്ടാവും. ആരവിടെ? അലാവുദ്ദീനെ അകമ്പടിയോടുകൂടി വീട്ടിലെത്തി. ഷാൻഷാ. കുമാരി രോഷ്നിയെ നാം കാണണമെന്ന് പറയും. ബാപ്പ, വരൂ മകളെ. നോക്കൂ, ശ്യാം ദേശത്തിലെ രാജകുമാരി സുഹർബാന്റെ ഭർത്താവ് ഫസുൽ ജമാൽ രാജകുമാരൻ. അങ്ങോട്ട് ചെല്ലും. സുഹർബാൻ നിന്നെയും കാത്തു നിൽപ്പുണ്ട്. അവരെ സ്വീകരിച്ച്
വിശ്രമത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കും. നിങ്ങൾ ഈ രാജ്യത്തെ സേനാനായകനാണ്. ഈ രാജ്യത്ത് നടക്കുന്ന കൊള്ളയെയും അക്രമങ്ങളെയും കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ അന്വേഷിക്കാം. അന്വേഷിക്കാമെന്ന് പറയുന്ന സേനാനായകനെയല്ല, കൊള്ളക്കാരുടെയും കൊലപാതകളുടെയും ശിരസ് വെട്ടി നാൽക്കവലകൾ പ്രദർശിപ്പിക്കാൻ സാമർഥ്യമുള്ള സേനാനായകനെയാണ് ഈ രാജ്യത്തിന് ഇന്ന് ആവശ്യം. മുഹമ്മദ് ഹുസൈൻ, അങ്ങനെ ചോരത്തുറപ്പുള്ള യുവാവ് ബാഗ്ദാദിൽ ഇനിയും ജനിച്ചിട്ടില്ലെന്നുണ്ടോ? ഉണ്ട്, ഞാനുണ്ട്. അതെ ഷാഹിൻഷാ, പല യുദ്ധരംഗങ്ങളിലും ഈ സിംഹാസനത്തിന് വേണ്ടി ധീരമായി പൊരുതിയവനാണ് എന്റെ മകൻ കമറുദ്ദീൻ. ഇന്നു മുതൽ ബാഗ്ദാദിലെ സേനാനായകന്റെ വാൾ നിങ്ങൾ ഉപേക്ഷിക്കുക. പകരം ബാഗ്ദാദിലെ ഖജനാവിന്റെ താക്കോൽ നാം നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഷഹൻഷാ, കൽപ്പന പോലെ. കമറുദ്ദീൻ, നമ്മുടെ പ്രധാനമന്ത്രി മുഹമ്മദ് ഹുസൈന്റെ പുത്രൻ കമറുദ്ദീനെ നാം ഇന്നു മുതൽ ബാഗ്ദാദിലെ സേനാനായകനായി നിയമിച്ചിരിക്കുന്നു. ഈ മണ്ണിൽ വരുന്ന അക്രമത്തിനും അനീതിക്കുമെതിരായി ഈ വാൾ ചലിക്കട്ടെ. കൽപ്പന പോലെ. നമ്മുടെ അതിഥികളായി വന്ന ശാംദേശ രാജകുമാരിയെയും അവരുടെ ഭർത്താവിനെയും കൊള്ളക്കാരിൽ നിന്നും രക്ഷിച്ച് നമ്മുടെ നാടിന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച അലാവുദ്ദീന് ഒരു പാരിതോഷികം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അലാവുദ്ദീൻ, അലാവുദ്ദീൻ, നിന്റെ ധീരത ഈ നാട്ടിൽ എല്ലാവർക്കും വഴികാട്ടിയായിരിക്കട്ടെ. നാം നിനക്കിത് സമ്മാനമായി നൽകും. അമീർ, ഉമ്മയ്ക്ക് എന്ത് പറ്റി? ആലംബന വിളക്ക് തേച്ചു, ഞാൻ വന്നു, എന്നെ കണ്ട് ഉമ്മ വീണു. പാവം. നിനക്ക് ബുദ്ധിയുണ്ടോ? ഉമ്മയുടെ മുമ്പിലാണോ പ്രത്യക്ഷപ്പെടുന്നത്? അയ്യോ, വെള്ളം. നീ മാറ്. ഉമ്മ, ഉമ്മ, മോനെ, ഉമ്മ പേടിക്കണ്ട, ഇത് അമീർ എന്ന ഭൂതമാണ്. നമ്മളെ ഒന്നും ചെയ്യില്ല, നമ്മുടെ ഭൂതമാണ്. നിനക്ക് ഈ ഭൂതവും പ്രേതവും ഒക്കെ ആയിട്ടുള്ളോടാ കൂട്ടുകെട്ട്. ഈ വിളക്കാര് തേച്ചാലും ഞാൻ പ്രത്യക്ഷപ്പെടും, എന്തും സാധിച്ചു കൊടുക്കും. ഉമ്മയ്ക്ക് വേണ്ടത് ചോദിക്കും. എനിക്കൊന്നും വേണ്ട മോനെ. എന്തെങ്കിലും ചോദിക്കും ഉമ്മ, അമീർ കൊണ്ടുവരും.
നമുക്ക് കുറച്ച് നല്ല ഉടുപ്പൊക്കെ വേണ്ടേ മോനെ? ഞങ്ങൾക്ക് ഉടുക്കാൻ നല്ല തുണി വേണം. ആവശ്യമുള്ളതെടുത്ത് ധരിച്ചോളൂ. അമീർ, എന്റെ ഈ വീട് മാറ്റിയിട്ട് എനിക്കൊരു നല്ല വീട് വേണം. എടാ മോനെ, കൊള്ളവല്ലോടാ നിന്റെ ഭൂതം. ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് എന്നെ ചീത്ത വിളിച്ചില്ലേ? ഇനിയിപ്പൊ എന്താ വേണ്ടത്? ഇനി നീ ഇങ്ങനെ നടന്നാ പറ്റില്ല. എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങണം. അത്രയല്ലേ ഉള്ളൂ. അമീർ, എടാ മോനെ, എല്ലാ കാര്യവും നീ ഒറ്റ നിമിഷം കൊണ്ട് അമീറിനോട് പറഞ്ഞ് സാധിച്ചാലേ നാട്ടുകാർക്കൊക്കെ നമ്മളോട് സംശയം തോന്നും. അത് നമുക്ക് ആപത്താ. പിന്നെങ്ങനെ? ഒരു കാര്യം ചെയ്യാം. അന്ന് സാംരാജകുമാരിയെ രക്ഷിച്ചതിന് രാജാവ് നിനക്ക് സമ്മാനിച്ച തുക ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് വെച്ച് തുടങ്ങിയതാണെന്ന് പറയാം. ഈ വീടും അങ്ങനെ തീർത്തതാണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഭൂതത്തിന്റെ സഹായം കൊണ്ട് നമുക്കെല്ലാം അങ്ങ് വലുതാക്കാം. അപ്പോഴാൾക്കാർ വിശ്വസിക്കും. ശരി ഉമ്മ. മോനെ, അമീറിനെ പറ്റി നീ അതും പറഞ്ഞ് നടക്കരുതേ. അല്ല, ഉമ്മയുടെ പേടിയൊക്കെ മാറിയോ? രക്ഷിക്കുന്നവനോട് പേടിയല്ല മോനെ, ബഹുമാനമാണ് തോന്നുക. നമ്മുടെ കഷ്ടപ്പാട് കണ്ട് പടച്ചോ നമുക്ക് തന്നതാ അമീർ. ഉമ്മ, ഞാൻ പോയി ജമീലയും അബൂബക്കറേയും വിളിച്ചോണ്ട് വരട്ടെ. അവരും ഈ വീടൊന്ന് കാണട്ടെ. അമീർ, നീ പൊക്കേളൂ. ശരി മോനെ. ഖമറുദ്ദീൻ ബാപ്പ, നീ ബാഗ്ദാദിലെ സേനാനായകനായതുകൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടു എന്നുണ്ടോ? ബാഗ്ദാദിലെ സിംഹാസനത്തിനൂടെ നീ അവകാശിയാവണം. ഞാനും അത് ആഗ്രഹിക്കുന്നു ബാപ്പ. അതിന് നീ റോഷൻ രാജകുമാരി വിവാഹം കഴിക്കും. രാജാവിന്റെ പ്രീതിയും വിശ്വാസവും നീ സമ്പാദിച്ചു കഴിഞ്ഞു. നീ രാജകുമാരിയുടെ സ്നേഹമാണ് നീ സമ്പാദിക്കേണ്ടത്. ഞാനതിന് ശ്രമിക്കുകയാണ്. പക്ഷേ എന്ത് പക്ഷേ? ഒന്നുമില്ല. ആദ്യമൊക്കെ രാജകുമാരി ചിലപ്പോൾ നിന്നോട് അടുപ്പം കാണിച്ചില്ല എന്ന് വരും. നീ രാജകുമാരിയുടെ സ്നേഹം പിടിച്ചു പറ്റുകയാണ് വേണ്ടത്. അതിനാരെങ്കിലും എതിരായിട്ട് നിന്നാൽ നിന്റെ വാളിൽ വേണ്ടത്ര മൂർച്ചയുണ്ടെന്നവരെ മനസ്സിലാക്കണം. ഇതാരുടെ വീടാ? ഞങ്ങളുടെ വീട്. നിങ്ങളുടെ വീടോ? എന്താ ഈ പറയുന്നേ? എന്താ മോനെ, നമുക്ക് വീട് മാറിപ്പോയോ? ഇവിടെ എന്നാ ഇങ്ങനെ ഒരു വീടുണ്ടായത്? ഇത് വലിയ അതിശയമാണല്ലോ. ഒരു അതിശയമില്ല. അന്ന് ഞാൻ സാമ്രാജകുമാരിയെ രക്ഷിച്ചതിന് രാജാവ് സമ്മാനമായി തന്ന പണം കൊണ്ട് ഈ വീട് മാറ്റി പണിയിച്ചു. എടാ അബൂബക്കറെ, എന്താ? ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവാ. കടക്കാരുടെ കയ്യിൽ നിന്നും ബാപ്പയുടെ കട തിരിച്ചു വാങ്ങിച്ചു. ഒരു തുണിക്കട തുടങ്ങാം. അവിടെ നിനക്കും ഒരു ജോലി തരാം. അസ്സലാമലൈക്കും. അലൈക്കും അസ്ലാം. ഖമറുദ്ദീൻ ഇവിടെ? എന്നെ സേനാനായകനാക്കി നിയമിച്ചു. അറിഞ്ഞു. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? എന്തൊക്കെയോ പറയണമെന്ന് കരുതിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ എവിടെ എങ്ങനെ തുടങ്ങണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ്. മനസ്സിലായില്ല. കുമാരിയുടെ ഏതാജ്ഞയും അനുസരിക്കുന്നവനായിരിക്കും ഞാൻ.
അനുസരിക്കേണ്ടവനല്ല, ആജ്ഞാപിക്കേണ്ടവനാണ് സേനാനായകൻ. ഞാൻ രാജകുമാരിക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബാഗ്ദാദ് രാജ്യത്തെക്കാളും വിലപ്പെട്ടതാണോ ആ സമ്മാനം? അല്ലെന്ന് നാം മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് പോകാം. കമർജി, കുമാരി പറഞ്ഞത് കേട്ടില്ല. രാജകുമാരിക്ക് വിനോദത്തിനും വിശ്രമത്തിനുമുള്ള സ്ഥലമാണിത്. ഇവിടെ അനാവശ്യമായി പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്ന് അറിഞ്ഞൂടെ? അപ്പോൾ മൗലവി സാഹിബ്, നിങ്ങൾ? കമർജി, മൗലവി സാഹിബ് ഞങ്ങൾക്ക് അന്യനല്ല. അദ്ദേഹം ഈ കൊട്ടാരത്തിലെ ഹക്കീമാണ്, പണ്ഡിതനാണ്. എന്നെയും എന്റെ ബാപ്പയും അറബ് അക്ഷരങ്ങളും അർത്ഥങ്ങളും പഠിപ്പിച്ചത് ഈ മഹാനാണ്. അദ്ദേഹമാണ് എന്റെ ബാപ്പയെ വളർത്തിയത്. അദ്ദേഹത്തിനോട് ഈ രാജകുടുംബത്തിനുള്ള നന്ദിയും കടപ്പാടും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് പോകാം. ഫാത്തിമ, നീ പുണ്യം ചെയ്തവളാടി. പടച്ചോന്റെ കൃപ കൊണ്ട് നീ യാചിച്ചതെല്ലാം നിറവേറും. തുന്നക്കാരൻ മുസ്തഫയുടെ പേര് നിന്റെ മോൻ നിലനിർത്തും. കണ്ട പിള്ളേരുമായിട്ട് തമ്മിൽ തല്ലി കണ്ടവാനം നടന്നിരുന്ന നമ്മുടെ പിള്ളേർക്ക് കുടുംബം നോക്കണമെന്നുള്ള വിചാരം പടച്ചോൻ തോന്നിച്ചല്ല. അത് മതി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ പറ്റില്ല. കൈനീട്ടമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കും. അതെന്റെ കൈ കൊണ്ട് തന്നെ വേണോടാ മോനെ. അതെ. എന്നാ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ബീവിക്ക് ഒരു തട്ടത്തിന് തുണി കൊടുക്കും. അത് തന്നെ ഞാനും കരുതിയത്. ബാപ്പ ഉമ്മയ്ക്കില്ലേ വാങ്ങിക്കൊടുക്കൂ. അലാവുദ്ദീൻ, എനിക്കെന്താ തരിക? ജമീല, ഈ കട തുറന്നിട്ട് ആദ്യമായി നിനക്കാ ഒരു കുപ്പായം തുന്നാൻ പോകുന്നത്. ബാഗ്ദാദ് നിവാസികൾക്കൊരറിയിപ്പ് എന്തെന്നാൽ നാളെ ജമാത്തവൽ 16-ന് രോഷ്നി രാജകുമാരി സ്നാനമന്ദിരത്തിലേക്ക് എഴുന്നള്ളുകയാണ്. രാജകുമാരിയെ ആരും ദർശിക്കാൻ പാടില്ലാത്തതുകൊണ്ട് എല്ലാവരും കടകമ്പോളങ്ങൾ അടച്ച് അവരവരുടെ ഭവനങ്ങളിൽ കഴിയേണ്ടതാണ്. ഈ രാജശാസനത്തിനെതിരായി ആരെങ്കിലും തെരുവിൽ കണ്ടുപോയാൽ വിചാരണ കൂടാതെ അവരെ ശിരച്ഛേദം നടത്തുന്നതായിരിക്കും. രാജകുമാരി കുളിക്കാൻ പോകുന്നു. ഇതിനെന്താ ഇത്ര അതിശയം? രാജകുടുംബത്തിന്റെ ആചാരപ്രകാരം കൊല്ലത്തിലൊരിക്കൽ ജമാഅത്തുൽ 16-ന് രാജകുമാരി സ്നാനമന്ദിരത്തിൽ പോയി കുളിക്കണം. രാജകുമാരി കൊല്ലത്തിൽ ഒരിക്കലേ കുളിക്കുള്ളൂ. അതല്ല, രാജകുമാരി ജനിച്ച ദിവസമാണ് ജമാഅത്തുൽ 16. വിളംബരം കേട്ടല്ലോ. നാളെ ആരും പുറത്തിറങ്ങി പോരുത് പറഞ്ഞേക്കാം. എന്താ പുറത്തിറങ്ങിയാല്? അത് തന്നെ. രാജകുമാരി ആരെങ്കിലും കണ്ട് മോഹിച്ചാലോ? അത്ര സൗന്ദര്യ. ചെറുപ്പത്തില് ഞാൻ രാജകുമാരിയുടെ ഉമ്മ കുളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആര് കണ്ടാലും മോഹിച്ചു പോകും. അത്ര സൗന്ദര്യവതിയോ? നീ ഇതുവരെ എവിടെ ആയിരുന്നതാ? ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ഉമ്മ, ഞാൻ രാജകുമാരി കണ്ടു. എന്റെ മോനെ, രാജകുമാരി എത്ര സൗന്ദര്യമുള്ളവളാ. എന്റെ മോനെ, നീ പുറത്താരോടും പറയരുതേ. തല പോന്ന കാര്യമാ. ആരോടും പറയില്ല. പടച്ചോനെ, വല്ലവരും കണ്ടോ എന്തോ? ഖാലിദാൻ ദ്വീപിലെ സാഹസ്മാൻ രാജാവ് അങ്ങേക്ക് ഒരു സന്ദേശം വെച്ചിട്ടുണ്ട്. എന്താണ് വിശേഷം? അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ ഹസൻ രാജകുമാരന് അങ്ങയുടെ പ്രിയപുത്രി റോഷ്നി രാജകുമാരിയെ നിക്കാഹ് കഴിക്കാൻ ആഗ്രഹമുണ്ട്. മുഹമ്മദ് ഹുസൈൻ, കുമാരിക്ക് വിവാഹപ്രായമായി, ആലോചിക്കാവുന്ന കാര്യമാണ്. ഷാൻഷാ, കുമാരിയുടെ വിവാഹക്കാര്യത്തിൽ അങ്ങ് പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നത്. കാരണം? ഷാൻഷാ, ഇവിടെ നിന്നും ഖാലിദാൻ ദേശത്തേക്കുള്ള ദൂരം 42 ദിവസമാണ്. അതും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ. അത്രയും ദൂരം രാജകുമാരിയെ വിവാഹം ചെയ്ത് അയക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേപ്പോലെ സ്നേഹസമ്പന്നനായ ഒരു പിതാവിന് സഹിക്കാൻ സാധ്യമല്ല. ശരിയാണ് മുഹമ്മദ് ഹുസൈൻ. എന്റെ മകളെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് കഴിയാൻ സാധ്യമല്ല. ഈ ബാഗ്ദാദിൽ തന്നെ കുമാരിക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്താൻ നമുക്ക് കഴിയും. കുമാരിയെ വിവാഹം കഴിക്കാൻ രാജകുടുംബം അല്ലെങ്കിലും അതുപോലെ പ്രശസ്തമായ കുടുംബം ബാഗ്ദാദിലുണ്ട്. മുഹമ്മദ് ഹുസൈൻ, നമുക്ക് മനസ്സിലാകുന്നില്ല. ഷാഹിൻ ഷാ, എന്റെ വാക്കുകൾ
അവിവേകമെന്ന് അങ്ങ് കരുതരുത്. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ രാജകുമാരിയുടെ ഭർത്തൃപദം അലങ്കരിക്കാൻ എന്റെ മകൻ കമറുദ്ദീൻ സർവദാ യോഗ്യനാണ്. മുഹമ്മദ് ഹുസൈൻ, കുമാരിയുടെ വിവാഹത്തെപ്പറ്റി ആലോചിക്കുമ്പോഴൊക്കെ കമറുദ്ദീനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കമറുദ്ദീൻ ധീരനാണ്. ബാഗ്ദാദ് രാജ്യത്തിലെ കിരീടാവകാശത്തിന് സർവഥാ യോഗ്യനുമാണ്. എന്താ മൗലവി സാഹിബ് ഒന്നും ഉണ്ടാത്തത്? കമറുദ്ദീന്റെയും കുമാരിയുടെയും വിവാഹം അങ്ങ് തീരുമാനിക്കാനല്ലേ? വേണ്ട, ഇപ്പോൾ ഒന്നും തീരുമാനിക്കാൻ സമയമായിട്ടില്ല. മുഹമ്മദ് ഹുസൈൻ, ഇന്നുവരെ ഈ രാജ്യം മൗലവി സാഹിബിന്റെ അഭിപ്രായങ്ങൾ ആദരിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കമറുദ്ദീന്റെയും കുമാരിയുടെയും വിവാഹത്തെപ്പറ്റി നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എന്താ കുമാരി, എന്താ പറയൂ? എനിക്ക് വിവാഹാലോചന തുടങ്ങി. ആഹാ, അത് നല്ല കാര്യമല്ലേ. അതിനാണ് ഈ പരിഭവം. ഏത് രാജകുമാരനാ വരൻ? രാജകുമാരനല്ല, മന്ത്രികുമാരൻ കമറുദ്ദീൻ. കമറുദ്ദീനെ എനിക്കിഷ്ടമല്ല. ഞാൻ അയാളുടെ കൂടെ ജീവിക്കില്ല. ആലോചന മാത്രമേ ഉള്ളൂ. തീരുമാനിച്ചോ? ആലോചന അങ്ങനെ നടക്കുന്നു. അത് നടക്കില്ല കുമാരി, നടക്കില്ല. കുമാരിക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് അള്ളാഹു ഒരിക്കലും കൂട്ടുനിൽക്കില്ല. കുമാരി അത്ര നല്ലവളാണ്. ഞാൻ രാജാവിനോട് പറഞ്ഞ് എല്ലാം സമ്മതിപ്പിച്ചതായിരുന്നു. അപ്പോഴാണ് മൗലവി സാഹിബ് ഇടയ്ക്ക് ചാടി വീണ് എല്ലാം തകരാറിലാക്കി. നീയും രാജകുമാരിയുമായിട്ടുള്ള വിവാഹം അടുത്ത മാസം ഞാൻ നടത്തുമായിരുന്നു. നീ മൗലവി സാഹിബിനെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെന്താ മൗലവി സാഹിബ് നിന്റെ കാര്യത്തിൽ ഇങ്ങനെ? അഹങ്കാരം. നീയും രാജകുമാരിയുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ അതിന് കാരണക്കാരൻ മൗലവി സാഹിബായിരിക്കും. മകനെ, നിന്റെ ഓരോ ചുവടുവയ്പും കരുതലുള്ളതായിരിക്കട്ടെ. ബാഗ്ദാദിലെ സിംഹാസനം ഒരു മൗലവി കാരണം നിനക്ക് നഷ്ടപ്പെടാൻ പാടില്ല. മൗലവി മൗലവി നിങ്ങൾക്ക് നമ്മളെ പറ്റി വല്ല വിചാരമുണ്ടോ? നമ്മളോ? അതെ, ഈ വീട്ടിലുള്ളവരെ പറ്റി. നിങ്ങൾ നമ്മളെ കെട്ടിയോനാ, അതറിയോ? എടാ, കല്യാണം കഴിഞ്ഞ് 2 മക്കളായി. ഇപ്പോഴും നിനക്ക് സംശയമാണോ ഞാൻ നിന്റെ കെട്ടിയോനാണെന്നുള്ള കാര്യത്തിൽ? ആ, 2 കുട്ടികളുണ്ടല്ലോ. ഉണ്ട്. ഒരുത്തൻ അബൂബക്കർ, മറ്റവള് ജേർ. ആ, ഇവളുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. അവൾക്കിപ്പോ വയസ്സ് എത്രയായി? അവക്കിപ്പോ 17 കഴിഞ്ഞ് 18 നടപ്പാ. ഓ, നിങ്ങളുടെ ഒരു തമാശ. അവക്കൊരു നിക്കാഹ് കഴിക്കണ്ടേ? എന്റെ പൊന്ന ഐഷ ഉമ്മ, അതിന് സമയവും കാലവും ഒക്കെ ഒന്ന് അടുത്ത് വരണ്ടേ? അവക്ക് പറ്റിയ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണ്ടേ? മുഹമ്മദ് ഹുസൈൻ, നാം ഇന്ന് ദേശം ചുറ്റിക്കാണാൻ ആഗ്രഹിക്കുന്നു. കമറുദ്ദീനെ സേനാനായകനാക്കിയതിനു ശേഷം രാജ്യത്തിന്റെ സമാധാനം എങ്ങനെ ഇരിക്കുന്നു എന്നറിയണ്ടേ? ഏതായാലും പ്രച്ഛന്ന വേഷത്തിൽ നമുക്ക് പുറപ്പെടാം. കൽപ്പന പോലെ.
നീ അന്ന് ശ്യാം രാജകുമാരിയെ രക്ഷിച്ച അലാവുദ്ദീൻ. മുഹമ്മദ് ഹുസൈൻ ഉടനെ ശുശ്രൂഷിക്കുവാൻ ഏർപ്പാട് ചെയ്യും. ഖമറുദ്ദീൻ, രാജ്യത്തിലെ അനീതിയും അക്രമവും അമർച്ച ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ സേനാധിപന്റെ വാൾ നിങ്ങൾക്ക് എന്തിനാണ്? അലാവുദ്ദീൻ ഒരു സാധാരണ പ്രജ. അവനില്ലായിരുന്നെങ്കിൽ ഈ സിംഹാസനം രക്തം പുരളുമായിരുന്നു. അവിടുന്ന് ക്ഷമിക്കണം ഷാഹൻഷാ. ആ കൊള്ളക്കാരുടെ എല്ലാം തലകൾ കൊണ്ടുവന്നു ഞാൻ ഈ കാൽക്കൽ ഉരുട്ടിവിടാം. സംസാരത്തിൽ മാത്രം സാമർഥ്യം ഒതുങ്ങരുതും ഖമറുദ്ദീൻ. നാം അത് പ്രവൃത്തിയിൽ കാണട്ടെ. കൽപ്പന പോലെ ഈ ആജ്ഞ ഞാനിതാ നിറവേറ്റുന്നു ഷാഹൻഷാ. ഖമറുദ്ദീനും പോകാം. അലാവുദ്ദീനെ, മോനെ അലാവുദ്ദീനെ. ഹക്കിം സാഹിബ്, എന്റെ മോൻ മിണ്ടുന്നില്ലല്ലോ. ഭയപ്പെടാനൊന്നുമില്ല, വെറും ഒരു മയക്കം, വേറെ ഒന്നുമില്ല. രാവിലെ എല്ലാം നേരെയാവും. രാജാവ് തന്നയച്ചതാണ്. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചതിനുള്ള പാരിതോഷികം 1001 ദീനാർ. ഞങ്ങളുടെ നന്ദിയും സ്നേഹവും രാജാവിനെ അറിയിക്കണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ഖുദാഫീസ്. മോനെ അലാവുദ്ദീനെ, വേദനിക്കുന്ന മോനെ. വല്ലാതെ വേദനിക്കുന്നമ്മ, സഹിക്കാൻ വയ്യ. ഓ, എന്തു വേണാവോ? എന്റെ മോന്റെ കിടപ്പ് കണ്ടില്ലേ? അവനെ എങ്ങനെയെങ്കിലും സുഖമാക്കണം. ഉമ്മ, എനിക്ക് സുഖമായി. അതിന് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് തുള്ളിച്ചാടുന്നത്? മര്യാദയ്ക്ക് അവിടെ കിടന്ന് കുറച്ചുറങ്ങ്. ഞാൻ കിടന്നോളാം, ഉമ്മ പൊയ്ക്കോളൂ. എന്നെ ശുശ്രൂഷിക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്താണ് ഉമ്മ? ഞാനിത് ഇവിടെ വെച്ച് മറന്നുപോയി മോനെ. ഇതെന്താ? രാജാവ് നിനക്ക് കൊടുത്തയച്ചതാ 1001 ദിനാർ. നീ എന്താ ഇതുവരെ ഉറങ്ങാതിരുന്നത്? അപ്സരസുകൾ വന്ന് ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു. എന്താടാ ഈ പറയുന്നത്? അല്ല, അതൊന്നുമില്ല. ഈ വീട് നന്നായിണ്ട്, പക്ഷെ ഇത് അപ്സരസുകളുടെ വീട് പോലെ. ശരി ശരി ശരി, ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കാം. ഉമ്മയാണോ ഇതൊക്കെ പറയുന്നത്? ഞാൻ അറിയാതെ പറഞ്ഞുപോയി. ഹിംറാജ്, ഗുഹയിലെ അത്ഭുത വിളക്ക് എനിക്ക് കിട്ടിയില്ല. അത് സ്വന്തമാക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി നീ എന്നെ സഹായിക്കണം. നിന്നെ സഹായിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. മോതിരം നീ നഷ്ടപ്പെടും. മേലാൻ എന്റെ സഹായം നീ തേടരുത്. കഴിച്ചിട്ട് കിടന്നുറങ്ങ്. എനിക്കൊന്നും വേണ്ട ഉമ്മ. ഒന്നും കഴിക്കാതെ കിടക്കരുത് മോനെ, എന്തെങ്കിലും ഇത്തിരി. എനിക്ക് വിശക്കുന്നില്ല. ഉമ്മ പോയി കഴിച്ചിട്ട് കിടന്നോളൂ.
നോക്കിയോളൂ. ആലംബന. ഷംറൽ അമീർ, എനിക്ക് രാജകുമാരിയെ നേരിട്ട് കാണണം, സംസാരിക്കാം. ഇത് വേണോ? അമീർ, എനിക്ക് രാജകുമാരി ഇഷ്ടമാണ്, അവളെ നേരിട്ട് കാണണം. ഇത് വലിയ കാര്യമാണോ? ഇങ്ങോട്ട് വിളിക്കട്ടെ? വേണ്ട വേണ്ട, മറ്റെവിടെങ്കിലും മതി. അലാവുദ്ദീൻ, റോഷ്നി, എന്നെ ഇഷ്ടമാണ്. അമീർ! ആലംബന, ക്ഷമിക്കണം, ഞാൻ രാജകുമാരിയെ കൊട്ടാരത്തിലെത്തിച്ചു. ഇല്ലെങ്കിൽ നമുക്ക് ആപത്താണ്. അപ്പൊ ഇതാണ് നിന്റെ പണി അല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. ആലംബന, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ കാര്യം ഉമ്മയോട് പറയേണ്ടി വരും. അല്ല എന്റെ അമീരെ, നമ്മൾ തമ്മിൽ എന്തിനാ വിരോധം? നമുക്ക് വീട്ടിൽ പോകാം. അങ്ങനെ പറ, അങ്ങനെ പറ. കുമാരി, കുമാരി എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഈ കൊട്ടാരം മുഴുവൻ നോക്കി, കുമാരി കണ്ടില്ല. എന്താ കുമാരി? ഞാൻ ഒരാളെ കണ്ടു. ആര്? അലാവുദ്ദീനെ. അലാവുദ്ദീനെയോ? എപ്പോ? എവിടെ വെച്ച് കണ്ടു? എവിടെയോ? എന്നെ. കുമാരി പോയി കിടന്നുറങ്ങും. എന്തോ സുഖമില്ലെന്ന് തോന്നുന്നു. ഇല്ല ഗുൽനാർ, ഞാൻ അലാവുദ്ദീനെ കണ്ടു. ആ മാറിൽ മയങ്ങി വീണു. കുമാരി എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹം എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. ശരി, നമുക്ക് നാളെ തന്നെ അലാവുദ്ദീനെ നേരിൽ പോയി കാണാം. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടാക്കാം. ഇത് നമുക്ക് ചേരുവോ? പിന്നെ നല്ല പൊരുത്തമല്ലേ? നിങ്ങൾക്ക് ഏത് തരം തുണിയാ വേണ്ടത്? ഞാൻ തരാം. ഇവൻ ഇഷ്ടമുള്ള തുണി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, അതാ ഇങ്ങോട്ട് വന്നത് അല്ലേ? അതെ. ശരി, ഒരു നിമിഷം. പിന്നെ ഈ തുണി ഇഷ്ടപ്പെട്ടോ? ആ, എന്നാൽ ഇത് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ തുണി തരാം. അളവെടുക്കട്ടെ?
2 ദിവസം കഴിഞ്ഞ് തരാം. ഇതിന് എത്ര ദിനാറാ? അതൊന്നും ഇപ്പൊ വേണ്ട, പിന്നെ വാങ്ങിച്ചോളാം. നിങ്ങൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അല്ലേ? അതെ. മോനെ അലാവുദ്ദീനെ, കട തുറക്കുന്നില്ലേ? നീ എന്തുവാടാ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്? എപ്പോ നോക്കിയാലും കട കച്ചവടം, അത് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ മറ്റൊന്നുമില്ലേ? സമയമായി, പോകുന്നില്ലെന്ന് ചോദിച്ചതാ. പോകുന്നില്ലെങ്കിൽ പോകണ്ട, അവിടെ ഇങ്ങനെ ഇരുന്നോ. നല്ല കച്ചവടം നടക്കുന്ന സമയമാ. ഉമ്മ, എന്താടാ പൊന്നുമോനെ നിനക്ക്? നല്ല കൈ. വേണ്ട വേണ്ട, കാര്യം എന്താണെന്ന് വെച്ചാ പറ. അത് പിന്നെ ഉമ്മ, അല്ലെങ്കിൽ വേണ്ട. അത് ഞാൻ പറഞ്ഞാ പിന്നെ ഉമ്മ പറയും നിങ്ങക്ക് അത്രയും പ്രായമായോ, നീ ചെറിയ ചെക്കനല്ലേ എന്നൊക്കെ. എന്തിനാ? ഇല്ലടാ മോനെ, എന്റെ മോന്റെ ഏതാഗ്രഹവും ഉമ്മ സാധിച്ചു തരില്ലേ? തരുമല്ലോ. ആ, എന്നാ കൈയടിക്ക്, അലീഫ് പുറത്ത് കൈയടിക്ക്. ഉമ്മ തന്നെ വീട്ടു ജോലിയൊക്കെ ചെയ്യുന്ന കാണുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. അതുകൊണ്ട് ഉടനെ നിക്കാതെ ചെയ്യാൻ തീരുമാനിച്ചു. അല്ല, എന്റെ പൊന്നുമോൻ ഇതിനാണോ ഉമ്മ ഇന്ന് തന്നെ പെണ്ണന്വേഷിക്കാം? അല്ല ഉമ്മ, ഞാനൊരു പെണ്ണിനെ കണ്ടു, എനിക്ക് അവളെ ഇഷ്ടമായി. എന്നാ പിന്നെ നമുക്കതങ്ങ് നടത്താം. പെണ്ണേതാ? പെണ്ണ് വലിയ സ്ഥലത്താണ്. എവിടെങ്കിലും ആറ്റടാ. പെണ്ണിന്റെ ബാപ്പ ആരാണെന്ന് പറ, ഞാൻ പോയി ആലോചിക്കാം. പെണ്ണിന്റെ ബാപ്പ നമ്മുടെ രാജാവാണ്. പെണ്ണ് റോഷിനി രാജകുമാരി. എന്റെ മോനെ, നിനക്കെന്താ തലയ്ക്ക് നല്ല സ്ഥിരമില്ലേ? അല്ല ഉമ്മ, ഞാൻ പറയുന്നത് സത്യമാണ്. അല്ലോ, എന്റെ മോനെ നീ ചതിച്ചു. ഉമ്മ പേടിക്കണ്ട, ഞാൻ രാജകുമാരിയെ കണ്ടു, സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്. ഉമ്മ കൊട്ടാരത്തിൽ പോകണം, എനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കണം. പോയില്ലേ? ഇല്ലെങ്കിൽ ഞാൻ രാജകുമാരിയെ കട്ടോണ്ട് പോരും. അയ്യോ വേണ്ട മോനെ, ഞാൻ പോകാം. നിന്റെ തല വെട്ടുന്നതിന് പകരം എന്റെ മോന് വേണ്ടി എന്റെ തല വെട്ടട്ടെ. ഇല്ല ഉമ്മ, ഇന്നാണ് രാജാവ് പദവി ഏറ്റെടുത്ത ദിവസം. പ്രജകൾ എന്താവശ്യപ്പെട്ടാലും ഇന്ന് കൊടുക്കണം. അതുകൊണ്ടല്ലേ ഇന്ന് അയക്കുന്നത്. ഉമ്മ പോകാം മോനെ. അമീർ, രാജാവിന് കാഴ്ചവെക്കാനുള്ള കാഴ്ചദ്രവ്യങ്ങൾ, മുത്തുകളും രത്നങ്ങളും, അവയുമായി എന്റെ ഉമ്മയെ അകമ്പടി സേവിക്കാൻ അപ്സരസുകൾ അല്ലേ? അതെ. ഇത് മതിയോ, ഇനിയും വേണമോ? മതി മതി. നിങ്ങൾ ആരാണ്? ഞാൻ ഫാത്തിമ, അലാവുദ്ദീന്റെ ഉമ്മ. ഞാൻ അവിടത്തേക്ക് അല്പം കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സന്തോഷം. അലാവുദ്ദീൻ ഒരിക്കൽ നമ്മുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ളവനാണ്. അലാവുദ്ദീനോട് നമുക്ക് സ്നേഹവും വാത്സല്യവുമാണുള്ളത്. നിങ്ങൾക്ക് എന്തു വേണം? മഹാരാജാവേ, എന്റെ മോനൊരു പെൺകുട്ടിയുടെ സ്നേഹം തോന്നി. ആ കുട്ടിയെ വിവാഹം കഴിക്കണമെന്നാണ് അവൻ പറയുന്നത്. അതിനെന്ത്? ആ കുട്ടിയുടെ രക്ഷിതാക്കളെ വരുത്തി നാം വിവാഹത്തിന് ഏർപ്പാട് ചെയ്യാം. ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത വിധത്തിൽ വലിയവരാണവര്. അല്ലാഹുവിന്റെ മുമ്പിൽ പണക്കാരനും പാവപ്പെട്ടവനും എന്ന വ്യത്യാസം. മനുഷ്യരെല്ലാം സമന്മാരാണ്. ഏതാണ് ആ കുട്ടി? അങ്ങയുടെ മകൾ റോഷ്നി രാജകുമാരി. എന്ത് ധിക്കാരമാണ് ഈ സ്ത്രീയുടേത്? ആരോടെ ഇവരെ കൊണ്ടുപോയി ശിരച്ഛേദം ചെയ്യും. നിർത്തൂ. ഇന്ന് നാം സ്ഥാനം ഏറ്റെടുത്ത ദിവസമാണ്. മാത്രമല്ല, നിങ്ങൾ അലാവുദ്ദീന്റെ അമ്മയായിപ്പോയി. അതുകൊണ്ട് തൽക്കാലം നാം ക്ഷമിച്ചിരിക്കുന്നു. മേലാൽ ഈ ആവശ്യമായി ഇവിടെ വന്നു പോയത് കേട്ടോ.
എന്റെ മോനെ കൊട്ടാരത്തിൽ നിന്ന് അവരെന്നെ കൊല്ലാതെ വിട്ടത് ഭാഗ്യം. എന്നെ തടവിലടയ്ക്കാൻ വേണ്ടി പട്ടാളക്കാർ വളഞ്ഞതാ. പടച്ചോന്റെ കൃപ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനി ഇങ്ങനെ ഒരു ആലോചനയുമായി അങ്ങോട്ട് ചെല്ലരുതെന്നാണ് രാജകൽപ്പന. നമുക്ക് രാജകുമാരിയെ വേണ്ട മോനെ, നീ അതങ്ങ് മറന്നേക്ക്. എന്താ മകളെ ഇവിടെ? എനിക്ക് ബാപ്പയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? പറയൂ. ഞാൻ ഇതുവരെ ബാപ്പയോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അതെ, എന്റെ മകൾക്ക് എന്താണ് ആവശ്യം? എന്ത് തന്നെ ആയാലും ഞാൻ സാധിച്ചു തരും. ബാഗ്ദാദ് മഹാരാജാവ് വാക്കുമാറില്ലെന്ന് എനിക്കറിയാം. ഞാൻ ആവശ്യപ്പെടുന്നത് എന്റെ ജീവിതത്തെക്കുറിച്ചാണ്. മനസ്സിലാകുന്നില്ല. അലാവുദ്ദീന്റെ ഉമ്മയെ വാപ്പ ആക്ഷേപിച്ചയച്ചില്ലേ? അതെ, നിന്നെ നിക്കാഹ് ചെയ്യാൻ അലാവുദ്ദീൻ എന്തുകൊണ്ട് അന്തസ്? അന്തസ്സുണ്ടെങ്കിൽ മാത്രം പോരെ ബാപ്പ. മറ്റേത് രാജകുമാരന്മാരെക്കാളും അലാവുദ്ദീൻ ധീരനാണ്. അലാവുദ്ദീന്റെ ധൈര്യം ബാപ്പ തന്നെ നേരിട്ട് കണ്ടറിഞ്ഞതുമാണ്. നീ എന്താണ് മകളെ പറയുന്നത്? ഇനിയും ബാപ്പയ്ക്ക് മനസ്സിലായില്ലേ? ഞാൻ അലാവുദ്ദീനെ സ്നേഹിക്കുന്നു. റോഷ്നി, അതെ, അലാവുദ്ദീനെ അല്ലാതെ മറ്റാരെയും ഞാൻ നിക്കാഹ് ചെയ്യില്ല. ഇത്തരം രത്നങ്ങൾ രാജാവിന് കാഴ്ചവെക്കാൻ ഒരു സാധാരണക്കാരനെ കൊണ്ട് സാധ്യമല്ല. അലാവുദ്ദീൻ എവിടെ നിന്ന് കിട്ടുന്നു? ഞാനും അതാണ് ആലോചിക്കുന്നത്. ഇതിലെന്തോ രഹസ്യമുണ്ട്. ശരി, അലാവുദ്ദീൻ, വിദേശ രത്ന വ്യാപാരികളെ കൊള്ളയടിച്ചതിന് നിന്നെ വിലങ്ങ് വെച്ച് കൊണ്ടുചെല്ലാൻ രാജാവിന്റെ ഉത്തരവുണ്ട്. കൊള്ളയോ? ഞാനോ? എനിക്കൊന്നും അറിയില്ല. ഞാൻ കൊള്ളയതില്ല. അത് രാജാവ് തീരുമാനിക്കും. അല്ല, ഇവനെ പിടിച്ചു കെട്ടി കൊണ്ടുവരണം. അല്ല, അല്ല, ഞാൻ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള എല്ലാ അക്രമങ്ങളുടെയും അനീതികളുടെയും തലപ്പത്ത് ഇവനാണുള്ളത്. നമ്മുടെ ആതിഥ്യം സ്വീകരിച്ചിവിടെ കഴിഞ്ഞിരുന്ന സാംദേശ രാജകുമാരിയെ കൊള്ളയടിച്ചതിന്റെ പിന്നിൽ, നാട്ടിൽ നടക്കുന്ന എല്ലാ അക്രമങ്ങളുടെയും പിന്നിൽ ഈ നിൽക്കുന്നവന്റെ കൈകളാണുള്ളത്. എന്നിട്ട് ഇവൻ സാംദേശ രാജകുമാരിയെ രക്ഷിച്ചതായി അഭിനയിച്ചു. ഒരിക്കലും ഇവൻ അങ്ങയുടെ ജീവൻ രക്ഷിച്ചു. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അങ്ങവിടെ ചെന്നപ്പോൾ ഇവൻ അങ്ങയുടെ രക്ഷകനായി മാറി. അവൻ മുറിവേറ്റു വീണു. നല്ലവനെന്ന് ബോധ്യമാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇതാരായാലും വിശ്വസിക്കും. ഞാൻ പോയി. അമൃതീൻ, നമുക്ക് വേണ്ടത് ആരോപണങ്ങളല്ല, തെളിവുകളാണ്. രാജകുമാരിയെ വിവാഹം കഴിക്കണമെന്നുള്ള വ്യാമോഹത്താൽ ഇവൻ കൊടുത്തയച്ച കാഴ്ചദ്രവ്യങ്ങൾ എന്താണെന്നറിയാമോ? വിലമതിക്കാനാവാത്ത രത്നങ്ങളും വൈരങ്ങളും. ഒരു മഹാരാജാവിനോ കൊള്ളക്കാരനോ മാത്രമേ അത് കൊടുത്തയക്കാൻ സാധിക്കുകയുള്ളൂ. ഇവൻ മഹാരാജാവല്ല. പിന്നെ ആരാണെന്ന് നിശ്ചയിക്കേണ്ടത് അങ്ങ് തന്നെയാണ്. അലാവുദ്ദീൻ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? പടച്ചവനെ സാക്ഷി നിർത്തി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയും സംശയമോ അങ്ങേക്ക്? അലാവുദ്ദീനോട് അങ്ങേക്കുള്ള സ്നേഹവും വാത്സല്യവും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അത് അലാവുദ്ദീനെ ശിക്ഷിക്കാതിരിക്കാനുള്ള കാരണമാവും തോന്നുന്നില്ല. ബാഗ്ദാദിലെ നീതിക്കും ന്യായത്തിനും അത് തടസ്സമാകുകയാണെങ്കിൽ അലാവുദ്ദീൻ ഒരു ശിക്ഷ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ആ ചുമതല നാം മൗലവി സാഹിബിനെ ഏൽപ്പിക്കുന്നു. അവന്റെ കൈകൾ അഴിച്ചുവിടും. അലാവുദ്ദീൻ നിരപരാധിയാണ്. അള്ളാഹുവിന് പ്രിയപ്പെട്ട ഇവൻ ബാഗ്ദാദിന്റെ അഭിമാനമായി മാറും. ഇവനെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു.
അള്ളാഹുവിന്റെ അനുഗ്രഹം നിനക്ക് എന്നും ഉണ്ടായിരിക്കും. ആരെയും കാണുന്നില്ലല്ലോ. ഒളിച്ചു കളിക്കാന്ന് വിചാരിച്ചു. ആ, ഇനി അമീർ വിളിക്ക്, ഞാൻ കണ്ടുപിടിക്കാം. ശരി അമീർ, നമുക്ക് കളിച്ചാൽ മതി. നീ ഒരു കാര്യം ചെയ്യും, നീ ഇത്ര വലിയ ആളൊക്കെ അല്ലേ, ഞാനൊരു സാധനം ചോദിക്കാൻ പോവാ. ആലംബര, ഇതെന്താണ് ഇത്രയും വലിയൊരു സാധനം? അതൊക്കെ ഉണ്ട്. ലോകത്തിൽ ഇതേവരെ ആരും ധരിക്കാത്ത ഒരു വസ്ത്രം എനിക്ക് വേണം. ആലംബര, എന്താ പറ്റില്ലേ? ആരും ഉടുക്കാത്ത വസ്ത്രമല്ലേ? തരാം തരാം. അയ്യോ അമീർ, എന്താ ഇത്? ഞാൻ അമീർ, അമീർ കേവലം ഒരു തുന്നക്കാരന്റെ മകൻ രാജകുമാരിയുടെ ഭർത്തൃപദം അലങ്കരിക്കുന്നത് ലജ്ജാവഹമാണ്. മുഹമ്മദ് ഹുസൈൻ, ഇത് നമ്മുടെ പ്രിയ പുത്രി റോഷ്നിയുടെ ആഗ്രഹമാണ്. ക്ഷമിക്കണം ഷാൻഷാ, കുമാരിയുടെ ഭർത്തൃപദം അലങ്കരിക്കുന്ന ദേഹമല്ലേ നാളെ ഈ സിംഹാസനത്തിന് അവകാശി. ബാഗ്ദാദിന്റെ ഭാവിയിൽ അധിഷ്ഠിതമാണ് റോഷ്നി രാജകുമാരിയുടെ വിവാഹം. മുഹമ്മദ് ഹുസൈൻ, അലാവുദ്ദീൻ ഒരു സാധാരണ യുവാവല്ലെന്ന് നാം വിശ്വസിക്കുന്നു. അവൻ ധീരനാണ്, ശക്തനുമാണ്. എങ്കിലവൻ ഞാനുമായ ഒരു ബലപരീക്ഷണത്തിന് തയ്യാറാകട്ടെ.
എന്തിനാ കരയുന്നത്? കരയിപ്പിക്കാൻ ആളുണ്ടായിട്ട് എന്തു പറ്റി? രാജകുമാരിയെ നിക്കാഹ് കഴിക്കണം അല്ലേ? അതെ. അപ്പോ എന്നെ ഇത്രയും കാലം ആശിപ്പിച്ചത്? ജമീല, എനിക്കെല്ലാം മനസ്സിലായി അലാവുദ്ദീൻ. ഞാൻ എന്തെല്ലാം സ്വപ്നം കണ്ടു. അലാവുദ്ദീൻ ഇപ്പോൾ വലിയ ആളായി. രാജകുമാരിയെ നിക്കാഹ് കഴിക്കാം. ജമീല, നീ എന്റെ കൊച്ചു പെങ്ങളാണ്. എന്റെ വാക്കുകളും പെരുമാറ്റങ്ങളും എല്ലാം നീ തെറ്റിദ്ധരിച്ചു എന്നാ തോന്നുന്നത്. അബൂബക്കർ പോലെ തന്നെ നീ എന്നെയും കരുതുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നീ എന്നെ കുറ്റപ്പെടുത്തത്. നിന്നെ ഒരിക്കലും എന്റെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല. നീ എന്നും എന്തും എന്റെ കൊച്ചു പെങ്ങളാണ്. ജമീല, നിന്നെ വലിയൊരു സ്ഥലത്തിൽ ഞാൻ നിക്കാഹ് കഴിപ്പിച്ചയക്കാം. ജമീല, അലാവുദ്ദീൻ, എന്താ കമറുദ്ദീൻ? രാജകുമാരി ഇങ്ങോട്ട് വന്നു. ഇല്ല, ഇങ്ങോട്ട് വന്നില്ലല്ലോ. രാജകുമാരിയെ കൊട്ടാരത്തിൽ കാണാനില്ല. ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് തോന്നുന്നു. ഇതാ ഇപ്പൊ വരാം. രാജകുമാരിയെ കാണാനില്ല. ആരോ തട്ടിക്കൊണ്ടുപോയി. ആരാണെന്ന് പറ. കൊള്ളക്കാർ കൊണ്ടുപോയി. കൊള്ളക്കാർ? ഞാൻ പോയി കൊണ്ടുവരാം. വേണ്ട, നീ വന്നാൽ നിന്നെ പറ്റിയും വിളക്കിനെ പറ്റിയും നാട്ടുകാരറിയും. എവിടെയാണെന്ന് മാത്രം പറ. അങ്ങയുടെ ആഗ്രഹം ഞങ്ങൾ ഇതാ നിറവേറ്റിയിരിക്കും. അതാ ബാഗ്ദാദ് അരമനയെ അലങ്കരിക്കുന്ന മാണിക്യം നമ്മുടെ ആതിഥ്യം സ്വീകരിക്കാൻ ഇങ്ങെത്തി അല്ലേ രോഷ്നി രാജകുമാരി? നിങ്ങളാണോ കൊള്ളക്കാരൻ? എന്റെ ഹൃദയം കവർന്നെടുത്ത ഈ കൊള്ളക്കാരിയുടെ ദാസനാണ്. ബാഗ്ദാദ് രാജകുമാരിയോടാണ് നീ സംസാരിക്കുന്നത്? ഇന്നു മുതൽ നീ ബാഗ്ദാദ് രാജകുമാരിയല്ല, ഈ മിർഖാസിമിന്റെ അന്തപുരത്തിലെ റാണിയാണ്. ഭയപ്പെടാതെ രാജകുമാരി. പോലും മൃദുലമായ മേനിയിൽ ഒരു പോർണ് പോലും ഞാൻ ഏൽപ്പിക്കില്ല. എനിക്ക് താലോലിക്കാനുള്ളതല്ല. രോഷ്നി, ഇതെന്റെ സാമ്രാജ്യമാണ്. ഇവിടെ നിന്ന് നിന്നെ ഇനി രക്ഷപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. മീർ ഖാസിം,
ഷാൻഷാ, നമ്മുടെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയതും ഈ രാജ്യത്ത് കൊലയും കൊള്ളയും നടത്തിയിരുന്നതും മറ്റാരുമില്ല, നമ്മൾ നല്ലവനാണെന്ന് കരുതിയിരുന്ന മീർ ഖാസിം. മുർഖാസിം, നീ ഇത്ര നീചനാണെന്ന് നാം ചിന്തിച്ചില്ല. അവനെ പിടിച്ചുകെട്ടി കാൽക്കൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാണ്. അവൻ ഓടി രക്ഷപ്പെട്ടു. അവൻ എവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ചുകൊണ്ടുവരും. അവൻ ഈ ലോകത്തെ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ പിടിച്ചുകൊണ്ടുവരും ഷാൻഷാ. എന്നെ രക്ഷിച്ച നിന്നോട് ഞാൻ തെറ്റ് ചെയ്തു പോയി. ക്ഷമിക്കൂ. നിന്നെ ഞാൻ നിക്കാതെ ചെയ്യും. സത്യം. അലാവുദ്ദീൻ, ഞാൻ നിന്റെ സഹായത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. നീ എന്നെ സഹായിക്കണം. എന്റെ എന്ത് സഹായവും നിനക്കെപ്പോഴും ഉണ്ട് കമറുദ്ദീൻ, പറ. ഞാൻ കാരണം ചാരിത്രം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് ഒരു പുതിയ ജീവിതം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതാണ് ആ പെൺകുട്ടി? നമുക്ക് ഉടൻ തന്നെ നിക്കാഹിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാം. അലാവുദ്ദീൻ, നിന്റെ സ്നേഹിതൻ അബൂബക്കറില്ലേ, അവന്റെ സഹോദരി ജമീലയാണ്. ജമീല എന്റെ സഹോദരിയാണ്. അവളെയും നീ നശിപ്പിച്ചു അല്ലേ? നിന്നെ ഞാൻ അടിക്കൂ അലാവുദ്ദീൻ, ഇനിയും അടിക്കൂ. അങ്ങനെയെങ്കിലും എന്റെ തെറ്റുകൾ പടച്ചോൻ പൊറുക്കട്ടെ. ജമീലയുടെ കണ്ണുനീര് എന്നെ മനുഷ്യനാക്കി. ജമീലയല്ലാതെ മറ്റാരെയും ഞാൻ നിക്കാഹ് കഴിക്കില്ല. ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു. കമറുദ്ദീൻ, എന്നോട് ക്ഷമിക്കൂ. പെട്ടെന്നുള്ള അവിവേകം കൊണ്ട് ഞാൻ നിന്നെ അടിച്ചു. ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളുടെ നിക്കാഹ് ഞാൻ നടത്തിത്തരാം. നീ ആരാണ്? എവിടെ നിന്ന് വരുന്നു? ബാഗ്ദാദിൽ നിന്ന്. ബാഗ്ദാദ്? അത് അലാവുദ്ദീൻ എന്നാണല്ലേ? അലാവുദ്ദീനാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. അലാവുദ്ദീൻ? അവൻ ജീവിച്ചിരിപ്പുണ്ടോ? ഒരാള് കാണാൻ വന്നിരിക്കുന്നു.
ആരാ? എന്താ വേണ്ടത്? ഞാൻ കുറെ ദൂരേന്ന് വരിക. എന്റെ മകളെ കാണാൻ പോകുന്ന വഴിയാ. നേരെ ഉരുട്ടിപ്പോയി. ഒന്ന് കിടക്കാൻ സൗകര്യം വേണം. വെളുപ്പിനെ പൊയ്ക്കോളാം. ആരാണ് ഉമ്മ ഇത്? അവര് കുറച്ച് ദൂരത്തുനിന്നാ. മോളെ കാണാൻ പോകുന്ന വഴിയാ. ഇന്ന് ഇരുട്ടിപ്പോയത് കൊണ്ട് ഇവിടെ കിടന്നോട്ടെ എന്ന്. ശരി, ഇവിടെ കിടന്നോട്ടെ. നിങ്ങൾ ഭക്ഷണം വല്ലതും കഴിച്ചോ? കഴിച്ചു. രാവിലെ തുണയ്ക്ക് ആള് വേണമെങ്കിൽ കൂട്ടിയാക്കാം. ഇതെന്റെ മകനാ. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ നിങ്ങൾക്ക് കിടക്കാനൊക്കെ സൗകര്യപ്പെടുത്താം. അവിടെ കിടന്നിരുന്നല്ലേ? അത് സ്ത്രീയല്ലായിരുന്നു. പിന്നെ അന്ന് നമ്മുടെ ഇടയാപ്പടി വേഷം ധരിച്ചു വന്ന മന്ത്രവാദിയാണ്. അയാൾ നമ്മുടെ അത്ഭുത വിളക്ക് കൊണ്ടുപോയി. എന്ത് പഠിച്ചോനെ ചതിച്ചോ? മീർ കാസിം, ഈ അത്ഭുത വിളക്ക് എനിക്ക് ലഭിക്കാൻ നീയാണ് കാരണം. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു. നിനക്ക് എന്താണ് വേണ്ടത് പറയൂ. ഹുസൂർ, അലാവുദ്ദീനും ഖമറുദ്ദീനും ഇപ്പോൾ ആത്മാർത്ഥ സ്നേഹിതന്മാരാണ്. അവർ തമ്മിലടിച്ച് നശിക്കണം. എന്നിട്ട് രോഷ്നി രാജകുമാരിയെയും ബാഗ്ദാദ് സിംഹാസനവും എനിക്ക് സ്വന്തമാക്കണം. മീർ കാസിം, നിന്നെ ഞാൻ ഖമറുദ്ദീനാക്കി മാറ്റാൻ പോവുകയാണ്. നീ ഉടൻ തന്നെ ബാഗ്ദാദിൽ ചെന്ന് എല്ലാവരും കാണുക റോഷനി രാജകുമാരിയെ തട്ടിക്കൊണ്ടുവരണം. പിന്നീട് നടക്കാൻ പോകുന്ന എന്താണെന്ന് നമുക്ക് കാണാം. എവിടെ എവിടെ? അയ്യോ അയ്യോ കുമാരി! ഷാഹിൻഷാ, കുമാരിയെ സേനാനായകൻ ഖമറുദ്ദീൻ എടുത്തോണ്ട് പോയി. എന്താ? ഖമറുദ്ദീൻ കുമാരിയെ കൊണ്ടുപോയെന്നോ? അതെ ഷാഹിൻഷാ. ആരവിടെ? ഖമറുദ്ദീൻ എവിടെ ഉണ്ടെങ്കിലും പിടിച്ച് കുമാരിയെയും കൂട്ടിക്കൊണ്ടുവരും. ഉടൻ ചെന്ന് അലാവുദ്ദീന് വിവരം അറിയും. പോകൂ. ഖമറുദ്ദീൻ ഖമറുദ്ദീൻ, എത്ര കാലം നമ്മളിങ്ങനെ കഴിയണം? ഞാനും അതാണ് ആലോചിക്കും. നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ച് സമയം കളഞ്ഞാൽ മതി. എന്ത്? ഒന്ന് വെറുതെ ഇരിക്കൂ. ജമീല, റോഷ്നി എവിടെ? രോഷ്നി ഞാൻ കണ്ടില്ലല്ലോ. ജമീല, നീ കണ്ടോ? ഖമറുദ്ദീൻ, നീ നല്ലവനായെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. റോഷ്നി എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അലാവുദ്ദീൻ, നിനക്ക് എന്ത് പറ്റി? രോഷ്നി ഞാൻ കണ്ടില്ലല്ലോ. നീ കണ്ടില്ല ദേ. നീ റോഷ്നിയെ തട്ടിക്കൊണ്ടുപോകുന്നത് എല്ലാരും കണ്ടു. എന്നിട്ട് ഇല്ലല്ലോ, കുറെ നേരമായി ഖമറുദ്ദീൻ ഇവിടെ തന്നെയായിരുന്നു. അങ്ങക്ക് എന്ത് വേണം? ഇമ്രാത്ത്, ഈ നിൽക്കുന്ന ഖമറുദ്ദീൻ എന്റെ റോഷ്നിയെ തട്ടിക്കൊണ്ടുപോയി. അവൾ എവിടെയാണെന്ന് പറ. ഹുസൂർ, റോഷ്നി രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയത് ഖമറുദ്ദീനല്ല, മീർ കാസിം വേഷം മാറി വന്നതാണ്. അപ്പോ ഖമറുദ്ദീൻ എന്നോട്
ക്ഷമിക്കൂ. സാരമില്ല, നമുക്ക് ഉടൻ തന്നെ റോഷിയെ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം? ജമീല, നീ വീട്ടിലേക്ക് പോകൂ. ഇമ്രാത്ത്, ഞങ്ങളെ റോഷിയുള്ള ഇടത്തേക്ക് കൊണ്ടുപോകൂ. മിർകാസിം, അവിടെ ഞങ്ങളുടെ രാജാവ് അമീർ എന്ന ഭൂതമുണ്ട്. അദ്ദേഹത്തിന്റെ സന്നിധാനത്തിൽ ഞാൻ അശക്തനാണ്. അവിടെ എത്തിയാൽ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് രാജകുമാരി ഇരിക്കുന്നിടം വരെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അതിനങ്ങോട്ട് ഞാൻ വരില്ല. ഓ, അങ്ങനെയാണോ? ശരി, വേഗം കൊണ്ടുപോ. ഈ ഭൂമുഖത്ത് വിലമതിക്കാനാവാത്ത എല്ലാ സൗന്ദര്യ വസ്തുക്കളും എനിക്ക് സ്വന്തമാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ റോഷിനി രാജകുമാരി കഴിയേണ്ടത് നിന്റെ കൂടെയല്ല, എന്റെ കൂടെയാണ്. മന്ത്രവാദി, നീ വാക്ക് പറയുകയാണ്. നിർക്കാസീൻ, വേണമെങ്കിൽ ബാഗ്ദാ സിംഹാസനം നിനക്ക് കരസ്ഥമാക്കാം. പക്ഷെ റോഷിനി എന്റെയാണ്, അവളെ ഞാൻ തരില്ല. നീ എന്നെ ചതിക്കുകയാണല്ലേ? നിന്റെ മന്ത്രശക്തിയിൽ എവിടെയാണെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ ബഷീർ, 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 ബഷീർ!